കല്യാണത്തെ പറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ കല്യാണ മോഹങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ 70s കിഡ്സാണ്. അത് കഴിഞ്ഞപ്പോൾ കിഡാണ്. അത് കഴിഞ്ഞപ്പോൾ 80s കിഡ് വന്നു, പിന്നെ 90s കിഡ് വന്നു. എല്ലാവർക്കും ഏകദേശം ഇതേപോലെ ആയിരിക്കും മോഹം. 90s കിഡ് വന്നപ്പോഴേക്കും, അതായത് എൻ്റെ മകളൊക്കെ വന്നപ്പോഴേക്കും, 90s കഴിയാറൊക്കെ ആകുമ്പോഴാണ് അവൾ വന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ആ സമയമൊക്കെ ആയപ്പോഴേക്കും കല്യാണമല്ല പ്രയോറിറ്റി. കല്യാണം വേണം, വേണ്ട, വേണ്ടേ, വേണോ എന്നൊക്കെ ഉള്ള ചിന്തയിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഉള്ള ആളുകൾ, ജസ്റ്റ് അതിനു മുമ്പുള്ള ആൾക്കാർ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് സെറ്റിലായി, എൻ്റെ ദൈവമേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നതാണ്. എവിടെ ഉള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാവുകയാണ് ചിലർക്കല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള BEd ആണെങ്കിൽ BEd, TTC ആണെങ്കിൽ TTC, MSc എന്താണെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ളൊരു പാഠവും നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. LLB ആണെങ്കിൽ LLB, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് എല്ലാവരും ഉണ്ട്. എനിക്ക് ഇത്തിരി ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു. എന്താണെന്നറിയോ, കുറച്ച് അനീമിയുണ്ട്. ഞാൻ ട്രാവലിലൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ ബംഗാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സാരി. പെട്ടെന്ന് എനിക്ക് സബ്ജക്റ്റ് മാറിപ്പോയി, പോട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഹോൾട്ടാക്കാൻ പാടില്ല. ഹോൾട്ടാവരുത് കല്യാണം കൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം പറഞ്ഞത്, എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം. കാരണം ഞാൻ LLB കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് കോടതി പോയി ഒന്ന് വരും, അത്ര കോടതി എന്താണെന്ന് കണ്ടു, അത്രേ അറിയുള്ളൂ. കോടതിയിൽ എങ്ങനെ പെരുമാറണം എന്നറിയാം, അതിൽ കൂടുതലൊന്നും അറിയില്ലാത്ത സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. മദ്രാസിൽ പോയി, അവിടെ ഒരു സ്ട്രഗിളായിരുന്നു. അത് ഒക്കെ കഴിഞ്ഞു. കുറച്ച് സ്ട്രഗിളൊക്കെ ആ സ്ട്രഗിളിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് വീണ്ടും ആരംഭിച്ചത്. ചെറിയ ജോലിയായിട്ട് അങ്ങനെ ആരംഭിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ LLMന് ചേർന്നു. എൻ്റെ എന്താ പറയുക നേട്ടങ്ങളെ പ്രകീർത്തിക്കാനല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ വെറുതെ ഇരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ LLM ഞാൻ ചെയ്തത് 3 years ആയിട്ടാണ്. കാരണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ LLM. അപ്പോൾ ശനി ഞായറാണ് ആ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സസിന് പോകേണ്ടത്. അത് കഴിഞ്ഞു, LLM ഡിഗ്രി എടുത്തു. അപ്പോഴും അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പോകാനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനുണ്ടല്ലോ പാർട്ട് ടൈം ആയിട്ട് MBA കോളേജുകളിൽ ലോ പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങി. അപ്പോൾ അതൊരു എക്സ്ട്രാ ഇൻകമായിട്ട് ഐ ഹാവ് ഡൺ സോ മെനി തിങ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ കുട്ടികൾ വെറുതെ ഇരിക്കരുത്. കല്യാണം കഴിഞ്ഞാലും നമ്മളിപ്പം MA ആണ് പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പറ്റും, ഒരു ജോലി സാധ്യതയുണ്ടോ, ഇതൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ പ്ലീസ്.